നമ്മുടെ ഡേ 2 എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഈ മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഏറ്റവും ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നന്ദി പറയുക. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന എല്ലാ പണത്തിനോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ഏതിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു പ്രപഞ്ച ശക്തിയോടോ അല്ലെങ്കിൽ ദൈവിക ചൈതന്യത്തോടോ എന്തിനോടാണെങ്കിലും നിങ്ങൾ നന്ദി പറയും. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് മഹാലക്ഷ്മിയാണ്. ഞാനിപ്പം എൻ്റെ ജേർണലിങ്ങിൽ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ പണത്തിനും ഞാൻ ദേവിയോട് നന്ദി പറയുന്നു എന്നാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ എഴുതാം. അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു നോട്ട്, ഒരു 10 രൂപയുടെ അല്ലെങ്കിൽ 100 രൂപയുടെയോ നോട്ടിൽ വേണമെങ്കിൽ എഴുതി വയ്ക്കാം. അതല്ല നിങ്ങളുടെ ജേർണലിംഗ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന ഓരോ പണത്തിനും അല്ലെങ്കിൽ ഓരോ പൈസയ്ക്കും ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് വാചകം എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു 10 ലിസ്റ്റ് ഉണ്ടാക്കുക. പണം മൂലം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ സാധിച്ചു, എന്തൊക്കെ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റി എന്നുള്ള ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതിനോരോന്നും നിങ്ങൾ നന്ദി പറയാം. ഇപ്പം നിങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ പറ്റിയെങ്കിൽ അതിന് തീർച്ചയായിട്ടും നന്ദി പറയുക. വെഹിക്കിൾ ലോൺ അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പറയുക. അങ്ങനെ ഫുഡ് വാങ്ങിക്കാൻ പറ്റി, അതിനെല്ലാത്തിനും നിങ്ങൾക്ക് പണം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടോ അതിനെല്ലാത്തിനും നിങ്ങളൊരു 10 ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കിയിട്ട് അതിന് നന്ദി പറയുക. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഫ്ലോ എന്ന് പറയുന്നത്.